കുണുക്ക ചെണ്ടോട്ടം പഠിച്ചവനാ ക്ഷീണം ഉണ്ടായ കൈ വേനിക്കണ്ട മോന് ഹാപ്പിയാണല്ലേ വീടിൻ്റെ അതുകൂടി പോണ് നമ്മുടെ കാത്തമ്മ കിടന്ന് ഉറങ്ങാണോ വേനിച്ചാണോ അമ്മാമ്മേനെ വേണ്ട അമ്മാമ്മേനെ ഇഷ്ടമല്ല ഇപ്പൊ ഒരു പുതിയ ചേച്ചീനെ മൂപ്പർക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് അമ്മയുടെ വർക്കിന് കൊണ്ടുപോകുന്ന ചേച്ചീനെ 2 ദിവസം അവർ വീട്ടിലുണ്ടാവും. അപ്പോൾ അമ്മാമ്മനെ ഇപ്പൊ കുഞ്ഞിനൊന്നും കണ്ണീര് പിടിക്കുന്നില്ല. ആരെയും വേണ്ട കേട്ടാ അമ്മമ്മന് വേണ്ട അത്ര വേറെട്ടാ ഉള്ളത് വെച്ചിട്ടുണ്ട് അവൾക്ക് അവൾക്കാ ഇത്ര അഹങ്കാരം പാടണ്ടല്ലേ. പിന്നെന്താ അവൾക്കാ ഒന്നും പറയണൊക്കെ അമ്മ ഇങ്ങനെ പറയാം. അച്ഛനും മോനും മിണ്ടില്ല. അച്ഛൻ മിണ്ടിയത് ഇപ്പൊ കാണുന്നത്. രാവിലെ തന്നെ ഭയങ്കര ചൂടാട്ടാ. ഞങ്ങള് 7:30 അമ്പലമൊക്കെ തൊഴുതു വന്ന് കാറിലിരുന്നു. അങ്ങനെ ഞാൻ ചെണ്ടകൊട്ട് കയറി കഴിഞ്ഞപ്പോൾ നമ്മളടുത്ത് പാറയമ്പടത്ത് വിക്ടറിൻ്റെ ബാറക്കിൻ്റെ തൊട്ടടുത്ത് A1 എന്നുള്ളൊരു ബേക്കറി ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ കായ വറുത്ത് ചക്ക വറവ് സാറിനൊക്കെ അടിപൊളിയായിട്ടോ. അപ്പോൾ എനിക്ക് കഴിക്കാൻ പാടാത്തന്നെ എനിക്ക് ഞാൻ കഴിക്കാൻ ഭയങ്കര ടെൻഷനാണ്. അതിന് അവിടെ ഒരു അരിയുടെ അലുവ കിട്ടും. അരിയല്ല ചക്ക അലുവ, അതും ഭയങ്കര ടേസ്റ്റായിട്ടോ. അവിടെ നല്ല ക്രീം പെന്നില്ലേ, അടിപൊളി ക്രീം പെന്നായിട്ട് കേട്ടോ. അപ്പോൾ അച്ചു ഇന്നലെ പറഞ്ഞു ചക്ക വറുത്ത് ഇഷ്ടമാണ് തിന്നുന്നു. അപ്പോൾ അച്ചുവിന് ചക്ക വറുത്ത് മേടിക്കാൻ വേണ്ടി കയറിയതാട്ടോ. അങ്ങനെ ഞാൻ കുണുക്കൻ്റെ ചെണ്ടകൊട്ടിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീടെത്തിട്ടോ. ഇനിയിപ്പോൾ ഇന്ന് കുഞ്ഞൻ പോവുകയാണ്. അവർക്ക് പോകുമ്പോഴേക്കും അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കും. ഉച്ചത്തെ ഊണിന് ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു. ഇന്നലെ ഞാൻ കുറേ കറി വെക്കുന്ന വീഡിയോ, അതായത് വെക്കുന്ന വീഡിയോ കാണുമ്പോൾ ചിലർ തോന്നും എന്താണ് ഈ ഗ്യാസില്ലാത്ത ഇത്രയും കറികൾ വെക്കണേ, എന്തിനാണ് ഒരു കറി ഒരു ഉപ്പേരിയൊക്കെ പോരെയെന്ന്. പക്ഷേ അങ്ങനെ ഇന്നിക്ക് ഫ്രീയാണ്, ഇന്നിക്ക് പണിയില്ല. നല്ല മീൻ കറി ഇരിക്കുന്നുണ്ട്, നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇരിക്കുന്നുണ്ട്, ഇതൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കറികളൊന്നും പ്രത്യേകിച്ച് വെക്കേണ്ട കാര്യമില്ല. എന്നാലും ചെറുപയർ ഉപ്പേരി എന്തെങ്കിലും വെക്കണം. ഇന്നോൾക്ക് പ്രത്യേകിച്ച് വെക്കണമൊന്നുമില്ല. ഇന്നോളിപ്പോൾ മാമ്പഴ പുളിശ്ശേരി മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചാറ് കൂട്ടിയിട്ട് അവർ ചോറുണ്ണും. കുണുക്ക് മീൻകറി കൂട്ടും, കുണുക്ക് മാമ്പഴ പുളിശ്ശേരി കൂട്ടി ചോറുണ്ണും. മതിയാവും. ഒരു ദിവസമൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോട്ടെ. കുറച്ച് അരി അവർക്കുള്ള തരി അരിയുണ്ട്, അരി തീർന്നു. അപ്പോൾ അതെടുത്തിട്ട് അവർക്ക് ചോറ് വയ്ക്കാം, അവർക്ക് മാത്രം. പിന്നെ എനിക്ക് തന്നെയാണ് ഞാൻ കുറച്ച് ചെറുപ്പയറും ഉപ്പേരി വയ്ക്കൂട്ടാ. എന്താ വെച്ചാൽ തക്കാളി ഇഞ്ചി വേണ്ട, വെളുത്തുള്ളി വേണ്ട. ഇഞ്ചി വേണ്ട, ഈ കറിക്ക് ഇഞ്ചി വേണ്ട. അപ്പം ഇന്ന് ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ഞാൻ കാണിച്ചത്. എല്ലാവരും ഉണ്ടാക്കുന്ന കറിയുടെ റെസിപ്പിയാണോ ചോദിച്ചാൽ ഈ വീഡിയോ ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വോയിസ് കൊടുത്തിട്ടാണ് കുക്ക് ചെയ്തത്. പക്ഷേ അപ്പുറത്തെ വീട്ടിൽ ആ പട്ടി ഭയങ്കര കുരന്ന്, അതൊന്നും കുര നിർത്തണ്ടേ. അപ്പം ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കുര ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. അതുകൊണ്ട് ഞാനൊന്ന് ഡബ് ചെയ്യാമെന്ന് വിചാരിച്ചു. ശബ്ദമൊക്കെ ഇങ്ങനെ പോയി കിടക്കുക. രാവിലെ വെച്ചിട്ടുള്ള കുളിയും കാര്യങ്ങളൊക്കെ ഇല്ല. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, അതിൽ കടുക് പൊട്ടിച്ചു. അത് ഓയിൽ കുറച്ചുള്ളൂ, ഇതിങ്ങനെ പരന്ന് കിടക്കണമെന്ന് തോന്നുന്നതാട്ടോ. അതിലേക്ക് നമ്മൾ ആദ്യം ഒരു 5-8 പച്ചമുളക് അരിഞ്ഞിട്ടു. ഇട്ടിട്ടില്ല, ഇടാൻ പോകണുള്ളൂ. അപ്പോൾ ഇതൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. എനിക്ക് മാത്രമല്ല പൊന്നിനും കുഞ്ഞിനും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം പറയണം കേട്ടോ. അതിൻ്റെ വെള്ളയപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഗരം മസാല കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ ഒരു 3 മീഡിയം സവാള ഇട്ടു, പച്ചമുളക് ഒരു 4-5 ഇട്ടു, ഒരു 5-8 വെളുത്തുള്ളി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഇഞ്ചി ഇടില്ല, വെളുത്തുള്ളി. ഇപ്പം ഞാൻ കടുക് ഇട്ടു, പച്ചമുളക് ഇട്ടു, സവാളയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഒരുപാട് അങ്ങോട്ട് വാടി വരേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി, ഒരുപാട് വാടി മുരിയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വാടിയതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ല ടേസ്റ്റാട്ടോ. ഞാൻ വെറുതെ പറയില്ല, ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി വെള്ളയപ്പത്തിനോട് ഒക്കെ ടേസ്റ്റ്. ഇത് കോഴിമുട്ട ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു കറി ഇങ്ങനെ മാത്രം കോഴിമുട്ട ഒന്നും കഴിക്കാത്തവർക്ക് ഇത് ഇങ്ങനെ മാത്രം കറി വെച്ചാലും ടേസ്റ്റാട്ടോ. ഞാൻ പറയില്ല, അനുവേട്ടൻ്റെ വീട്ടിലത്തെ ഒരു കറിയാണ്. അവിടെ കോഴിമുട്ട ഒന്നും ഇട്ടിരുന്നില്ല. ഞാനിപ്പം നമ്മുടെ വീട്ടിലായപ്പോൾ നമ്മൾ കോഴിമുട്ട കഴിക്കണ ആരല്ല, അപ്പോൾ അത് ഇടണമെന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അതിലേക്ക് ഒരു മീഡിയം സൈസിൽ 2 തക്കാളി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന്, ഒരുപാടല്ല, ഒരു ഏകദേശം ഒരു പകുതി ഒന്ന് വാടി വരുമ്പോൾ നമുക്കിത് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി സവോള വാടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളകും പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ. അപ്പോൾ മുളകും പൊടിയുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ ഈ ഒരു അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ശരിക്കും ഒരു 1 2 3 ഒരു 5-6 ആൾക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള ഒരു അളവാണ് കേട്ടിത്. അങ്ങനെ ഈ പൊടിയുള്ള കുത്തൊക്കെ മാറുന്ന വഴിക്ക് ഇങ്ങനെ വാട്ടുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ പറയാം നമുക്കിതിൽ ഓയിൽ ഒഴിച്ചിട്ടൊന്നും ഒരുപാട് ഒഴിച്ചിട്ടില്ല, ഒരു തുള്ളിനെ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതിങ്ങനെ ഒന്ന് വാടി ഇതിലൊന്ന് ആ തക്കാളികൾ ഇപ്പോൾ കിട്ടുന്ന തക്കാളികളൊക്കെ ഉള്ളിലൊരു കല്ലപ്പ് പോലത്തെ തക്കാളിയാണ് ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ. അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം, ആ കുത്തൊക്കെ ഒന്ന് മാറുന്നതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പിടി നാളികേരം, അതായത് ഒരു മുറി നാളികേരം എടുത്തു. അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ടു. അതിൽ മിക്സിയിലിട്ട് 1/4 പാൽ ഒഴിച്ച് കൊടുത്തിട്ട് 1/4 പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു നുള്ള് പഞ്ചസാര ഇട്ട്, ഒരു നുള്ള്. എന്താ വെച്ചാൽ പണ്ടത്തെ നാളികേരമൊക്കെ വെറും നാളികേരപ്പാൽ വെച്ച് കഴിഞ്ഞാൽ ഒരു മധുരിപ്പുണ്ട്. ഇപ്പം നമ്മുടെ ഈ മേടിക്കുന്ന നാളികേരമൊക്കെ ഒരു നാളികേരപ്പാലിൻ്റെ ഒരു ടേസ്റ്റോ കാര്യമില്ല. അപ്പോൾ അതിനൊരു നുള്ള് പഞ്ചസാര ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അല്ല നുള്ള വേണ്ട കേട്ടോ, ഈ ഒരു എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 1/4 പാൽ ഒഴിച്ചു, 2/2 പാൽ ഒഴിച്ച് ഇതൊന്ന് തിളക്കട്ടെ. തിളച്ചിട്ട് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് പുഴുങ്ങിയ കോഴിമുട്ട ചേർക്കാം കേട്ടോ. കോഴിമുട്ട ചേർക്കാത്തവർക്കാണെങ്കിൽ കുറച്ച് മല്ലിയില ഇട്ടിട്ട് നമുക്ക് ഇറക്കാം കേട്ടോ. ഞാൻ കറിവേപ്പില ഇട്ടുള്ള മല്ലിയില ഇട്ടില്ല കേട്ടോ. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ മല്ലിയിലും കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഈ തിളച്ച് വരുന്നതോട് കൂടിയിട്ട് വേറെ ഒന്നും വേണ്ട. അടിപൊളി മുട്ടക്കറി കേട്ടോ. ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അത് മതി, വെള്ളയപ്പത്തിനും പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ ഒരുപോലെ ടേസ്റ്റ് വരുന്നൊരു കറി കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും കോഴിമുട്ട പുഴുങ്ങിയതിട്ടു. ഇതിൻ്റെ കറി ഒന്ന് മുട്ടയുടെ മുകളിൽ കൂടെ ഒക്കെ വെച്ചിട്ട് 2 തലയും കൂടി തിളപ്പിക്കട്ടെ. ഈ മുട്ടക്കറിയിൽ ആ മുട്ട അതിൽ കിടന്ന് തിളച്ച് വരുമ്പോഴാണ് ആ മുട്ടക്കറിക്ക് വേറൊരു ടേസ്റ്റ് വരിക കേട്ടോ. കോഴിമുട്ടയിൽ അങ്ങനെ നമ്മുടെ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് പിള്ളേരെ വിളിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം. ആ മുട്ടക്കറിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കിയേ. ചൂടാറ്റിയ മനുഷ്യ എന്നിങ്ങോട്ടല്ലേ ഉപ്പുണ്ട്. ഇതിപ്പോ കറി ഫുള്ള് കഴിക്കുന്നത് നുള്ളിയാ മതി. അങ്ങനെ അല്ല എനിക്ക് ഞാൻ കറക്റ്റ് അല്ല, പ്രഷർ കില്ലോ. അയ്യോ അയ്യോ നോണ പറയണേ, ഈ മനുഷ്യൻ നോണ പറയണേ. എൻ്റെ വീട്ടിലെ പണ്ടത്തെ കറിയാട്ടെ, ചപ്പാത്തിയിലെ. അതിൽ കോഴിമുട്ട ഉണ്ടാവില്ല. കോഴിമുട്ടൊക്കെ നമ്മൾ ഹൈടെക് ആയിട്ട് ഇട്ടതാണ്. എൻ്റെ വീട്ടിലെ കറിയില്ല, എൻ്റെ വീട്ടിലുണ്ടാക്കിയത് ഒരു തക്കാളിയും സവാള ഇട്ടൊരു കറിയാണ്. സത്യം പറയട്ടെ, എൻ്റെ വീട്ടിൽ ആദ്യം ചപ്പാത്തിയുടെ ഇടപാടില്ല. തൃശ്ശൂർക്കാര് വരടേക്കാര് വന്നപ്പോഴാണ് ചപ്പാത്തി. അതുവരെ ചപ്പാത്തി ഒന്നും അങ്ങനെ ഇല്ല. ഞാൻ നല്ല ചേട്ടൻ ചപ്പാത്തി കഴിക്കുന്നുണ്ട്. പരത്താനും ചൂടാനൊക്കെ ഇരുന്ന് 2-2 മണിക്കൂർ ഇരുന്നോട് ഇറങ്ങാൻ പറ്റില്ല. 1-2 ആൾക്കുള്ള ചപ്പാത്തി ഒന്നും അല്ല. എൻ്റെ അച്ഛനെ എത്ര ഒരു ജയിലാണെങ്കിൽ സത്യം പറ. രാവിലെ ഒരു 6:30 ആകുമ്പോ ചപ്പാത്തി കുഴച്ച് പരത്തായിരുന്നു. ഒരു 8-9 മണിക്ക് അവിടെ നിന്ന് ഏരിക്കുക. ചിലപ്പോ അപ്പഴും എന്നിട്ടും തകിയില്ല. കണ്ടാ നിങ്ങൾ തിന്നതിന് കണ്ണിട്ട് നീയിപ്പൊ കണ്ടിട്ട് എൻ്റെ അച്ഛനെനിക്ക് തോന്നുന്നു 10-12 ചപ്പാത്തി തോന്നുന്നു. അച്ഛന് പരലോകത്ത് പോലും സമാധാനം കൊടുക്കാത്ത അല്ല ചില സമയം അല്ല എന്റെ അച്ഛൻ്റെ ആ ശരീരത്തിലേക്ക് ആവണമെങ്കിൽ 10 ചപ്പാത്തി തിന്നണ്ടേ വേണ്ടേ? അപ്പൊ എന്റെ ഈ ശരീരത്താണെങ്കിൽ ഒരു 5-6 ചപ്പാത്തിനെ തിന്നുണ്ട്. ശരീരം നോക്കിയിട്ടാണോ തിന്നുന്നത്? അതപ്പം പിടിക്കുന്ന ആളെ കാണണ്ട. ആളെ ശബ്ദം മാത്രം കേട്ട് കാര്യമില്ല. അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. നമ്മളിവിടെ ഇങ്ങനെ പാത്രം കഴുകി നമുക്ക് അടുത്തല്ലല്ലോ പാത്രം കഴുകി നിൽക്കല്ലേ. പാത്രത്തിലാണല്ലോ ആളുകൾ ആണത്തിരിക്കുന്നത്. അടുത്തല്ലാത്ര ഏത് പരന്നാറിയ പറഞ്ഞു.
ഒരു കമന്റ് ഇട്ടതാട്ടോ ഒരു പരന്നാറി. ആ പരന്നാറിനെ കിട്ടി ഞാൻ നമ്മുടെ വീഡിയോയിലാണ് മേടിച്ചത്. നമ്മൾ സൂക്ഷിച്ച് കൊണ്ട് യൂസ് ചെയ്തത്. അതെ എന്നാ പരമ ഉന്നതനായ മനുഷ്യൻ പറഞ്ഞതാ. ആര് പറയണം? ഒരാള് പറഞ്ഞതിലെല്ലാം നമ്മുടെ വ്യക്തിത്വം ഇരിക്കുന്നത്. മനസ്സിലായോ? നമ്മളെന്താന്നുള്ളത് നമ്മുടെ ഇതാണ്. നമ്മൾ കുട്ടിക്കാലം തൊട്ട് നമ്മൾ എന്താണ് പഠിച്ചു വരുന്നത്, എന്താണ് ശരി. പിന്നെ നമ്മുടെ ജീവിത രീതി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഒരുപാട് കാലം നിങ്ങൾ അങ്ങനെ ഇല്ലെങ്കിലും ഞങ്ങൾ സത്യം പറയട്ടെ, ഞങ്ങൾ രണ്ടാളും ജനിച്ചു വളർന്നു വന്നത് നല്ലൊരു വീട്ടിലും നല്ലൊരു സിറ്റുവേഷനിലാണ്. അപ്പം അന്യാൻ്റെ വീട്ടിലായാലും കാശിൻ്റെ ബുദ്ധിമുട്ടൊന്നും അന്യായിട്ട് ഓർമ്മ അറിഞ്ഞിട്ടുണ്ടാവുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം അതിനോട് പണ്ടാറുണ്ട് ഭക്ഷണം അതുകൊണ്ടല്ല, അത് മനസ്സിലാക്കണം. ഒരുപാട് എണ്ണസംഖ്യയുള്ള വീട്ടിലൊരു മോനാണ്, 7 മക്കള്, അച്ഛൻ, അമ്മ, അതിലപ്പുറം 10-20-22 പണിക്കാർ പറമ്പിലുണ്ടാവും പാടത്തൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും ഒരു ഭക്ഷണം വെച്ച് കഴിയുമ്പോൾ പിന്നെ ഇവര് വീട്ടിൽ ഞാൻ വന്നതിന് ശേഷമുള്ള കാര്യം എന്താണെന്ന് ഇവർക്ക് 3-4-5 നേരം ചോറിനാണ്. അപ്പോൾ ഈ 3-4-5 നേരത്തേക്കുള്ള ചോറ് വെച്ച് കഴിഞ്ഞാൽ അപ്പം അന്നത്തെ ദിവസമായിരിക്കും 3 നേരം വേണ്ടി വരണം. അപ്പം 2 നേരത്തെ ചോറ് ബാക്കി അതുകൊണ്ട് കളയണ്ട അന്യൻ്റെ അമ്മയുടെ ചീത്തരും. അപ്പം നമ്മൾ പിറ്റേ ദിവസം കുറച്ച് വയ്ക്കും. അന്ന് അവർക്ക് 3 നേരം, അവർക്ക് 6 നേരം തിന്നേണ്ടി വരും, ആളെ വീതം ഓരോരുത്തർ. പിന്നെ ഈ പോയി വരുന്നവരും ഒറ്റയ്ക്ക് അവർ വീട്ടിലേക്ക് വരും. അപ്പം അവരാരും കൂടെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള സമയങ്ങളാണല്ലേ. അല്ലാണ്ട് അല്ല അവര് കുട്ടി അങ്ങനെയല്ല. അന്നത്തെ കാലത്ത് നമുക്ക് ഈ ബേക്കറി പലഹാരം ഹോട്ടലിൽ നിന്ന് ഫുഡ് വിളിച്ചറിയില്ല. ആകെയുള്ളത് ഈ 3-4 നേരം ചോറാണ്. അത് അന്നത്തെ കാലത്ത് വയറ് നിറയെ തിന്നാൻ കിട്ടിയിട്ടുണ്ട് എന്ന് അതിനായിട്ട് ബാക്കിയൊന്നും അതിനായിട്ട് ജനിച്ചിട്ട് 56 വയസ്സായിരുന്നു. 56 വർഷം മുന്നേ വയറ് നിറയെ ഭക്ഷണം കിട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം അല്ലേ. അന്നത്തെ കാലത്ത് എത്ര ആൾക്കാർ പട്ടിണി കിടക്കുന്നവരുണ്ട്. അപ്പൊ അന്നത്തെ കാലത്ത് അന്യൻ്റെ വീട്ടിൽ അത്യാവശ്യം അന്യൻ്റെ അച്ഛൻ മുതലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവർ അന്തസ്സരിച്ചിട്ട് ഞാനും എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കൊരു ഓർമ്മ വെച്ച് വരുമ്പോൾ ഒരു 3-4 ദിവസം എൻ്റെ വീട്ടിൽ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ പണിയെടുക്കാനൊക്കെ നേഴ്സറി സ്കൂളിൽ അടക്കം പണിക്കാരുണ്ട്. എവിടെയോ തട്ടി നടഞ്ഞ് എവിടേക്കോ നിൽക്കുക ഇങ്ങോട്ട് വരുന്നില്ല. കേസരി യോഗ കേസരി യോഗം ഒന്നും അടുക്കണില്ല. ഞങ്ങളെ സംബന്ധിച്ച് കേസരി യോഗവും കേസരി യോഗത്തിനേക്കാൾ ഉപരി ഞാൻ കാണുന്നത് ഞങ്ങൾ തമ്മിൽ നല്ല ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എനിക്ക് കുറച്ച് കാശിനും പദവിക്ക് കുറഞ്ഞാലും അപ്പോൾ ഇതുപോലെ ദാരിദ്ര്യം പറഞ്ഞിട്ട് അത് ദാരിദ്ര്യമല്ല, അത് ആദ്യം മനസ്സിലാക്കണം. ഞങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുള്ളൂ. കുറഞ്ഞാലും ഞാൻ സംതൃപ്തിയാണ്. എന്താ വെച്ചാൽ ഇന്ന് എൻ്റെ കൂടെ എൻ്റെ മക്കൾ, എൻ്റെ ഭർത്താവ്, എൻ്റെ മരുമക്കൾ, എൻ്റെ പേരക്കുട്ടി എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ ലൈഫിൽ എന്താണ് സമ്പാദ്യം. എൻ്റെ ഇടയിൽ 2 മക്കൾ വളരെ കുറച്ചാൾ എൻ്റെ നിന്ന് മാറി. അപ്പോൾ അന്ന് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞതൊന്നും ജനങ്ങൾ നിങ്ങൾ മറക്കണ്ട. ഒരുപാട് മക്കളെ സ്നേഹിച്ചും ഇഷ്ടപ്പെട്ടും വളർത്തിയും ഒരു നേരം കൊണ്ട് അവർ നമ്മളെ വിട്ടതിന് പോകുമ്പോൾ ഒരു വികാരം തന്നെയാണ് ഒരു അച്ഛനമ്മ എന്നുള്ള നിലയ്ക്ക് ഞാൻ കാണിച്ചത്. അതിൽ പലരും പല തരത്തിലുള്ള വികാരങ്ങൾ പുറത്തിറങ്ങി. ചിലർ ദേഷ്യം വന്നാൽ പിന്നാള് ഭാര്യ പറഞ്ഞ തല്ലുണ്ടാക്കി 2 കുട്ടികളെ എടുത്ത് കേട്ടിട്ടോ. അപ്പോൾ അയാളെ ദേഷ്യം അങ്ങനെ തീർത്തത്. നിങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ മക്കളെ വിഷമിച്ച് ഞങ്ങളെ വേണ്ടാതെ ഇട്ടപ്പോൾ ഞങ്ങളൊരു വിഷമം. അത് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ മക്കളെ സ്വന്തമാക്കി ഞങ്ങൾ ഹാപ്പിയാണ്. ഇപ്പം എൻ്റെ കൂടെ എൻ്റെ മക്കളുണ്ട്. ഇതാണ് എൻ്റെ സമ്പാദ്യം. എന്താ വെച്ചാൽ എനിക്ക് പറയാനുള്ളത് എൻ്റെ കുടുംബം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം. എൻ്റെ അനിയൻ്റെ, എൻ്റെ മക്കളും, എൻ്റെ മരുമക്കളും പേരക്കുട്ടി തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം. ഞാൻ പറഞ്ഞു നമ്മൾ കുറേ കാശും പതിവുണ്ട്, ഒന്നും ഇല്ലാണ്ട് മക്കളും ഇല്ല പേരക്കുട്ടികളും ഇല്ലാണ്ട് നമ്മൾ എന്തുണ്ടാക്കിയിട്ട് എന്താ കാര്യം, എവിടെ പോയിട്ട് എന്താ കാര്യം, ഒരു കാര്യമില്ല. ഇപ്പൊ ദിവസം 2-3 നേരമല്ല 4-5 നേരം എൻ്റെ പൊന്നിനെ ഫോൺ വിളിക്കുന്നു, സംസാരിക്കും. ഇനിയിപ്പോൾ അവൾക്ക് അതിൻ്റെ ഇടയിൽ അവൾ വരുന്നത് വേറെ, അല്ലാണ്ട് അവളുള്ളപ്പോൾ 3-4 നേരം എന്നെ ഫോൺ വിളിച്ച് സംസാരിക്കും. കുഞ്ഞിനായാലും കൊടുങ്ങല്ലൂരിൽ എന്നെ വിളിച്ച് സംസാരിക്കും. അവൾക്ക് എപ്പോഴും വരാൻ പറ്റില്ല. അപ്പോൾ അവൾ എന്നെ വിളിച്ച് അവൾ 2-3 നേരം അവളും വിളിച്ച് സംസാരിക്കും. നമ്മുടെ മക്കൾ ദിവസം നമ്മളെ വിളിച്ച് സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് നമ്മുടെ ഭാഗ്യമല്ലേ. എന്നെ സംബന്ധിച്ച് ഞാൻ അതൊരു ഭാഗ്യമായിട്ടാണ്. എൻ്റെ മക്കളെ ഞാൻ വിളിക്കുക, അവരിങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അന്നേരം പറയാം എൻ്റെ പിള്ളേർ വിളിച്ചില്ലല്ലോ ഇങ്ങനെ അച്ഛൻ്റെ വശം. ഞാൻ ചിലത് കുറച്ച് വൈകിട്ടുള്ളൂ. എന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് ഉറങ്ങുന്നത് നേരല്ലേ. അച്ഛന് 6-6 അച്ഛൻ്റെ ഉറക്കം കഴിയുന്നത് ഇന്നത്തെ പിള്ളേരുടെ കഴിയണ്ട. നല്ലപ്പം കാലത്ത് 6:00 ഉറക്കം കഴിഞ്ഞിരുന്നില്ല. അത് ഈ ആശ മാറുന്നതാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ എൻ്റെ വീട്ടിൽ നമ്മൾ എത്ര മണിക്ക് ചെയ്യുന്നത്? അത് ജോലിയുടെ പ്രവാസത്തിന്റെ
നമ്മൾ കല്യാണം കഴിഞ്ഞൊരു പുതുമുഖം കുറച്ച് വർഷങ്ങളൊക്കെ നമ്മൾ അങ്ങനെയാണ്. പിന്നെ നമ്മൾ പക്വതയിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അവിടെ ഇപ്പൊ അടിയുടെ അടുത്ത പാരാജ് കൊണ്ടുവന്ന് നീ കുളിച്ചിട്ടില്ല, ചൂടുവെള്ളം വെക്കാൻ കുളിക്കാം. അങ്ങനെ കുടിക്കുമ്പോൾ പറയണത് വേറെ ഒന്നര പോകണ്ടേച്ച് നാളെ പോകാൻ ഇങ്ങനെ പിണങ്ങി ചിനിങ്ങി ഇരിക്കുന്നുണ്ട് കേട്ടോ. കുടിക്കുമ്പോൾ അവർക്ക് ഒരു ചേച്ചി വന്നു കഴിഞ്ഞാൽ പോകുമ്പോൾ വിഷമമായിട്ടൊക്കെ അവർക്ക് കളിക്കാൻ ഒരാളെ കിട്ടിയതില്ല. അത് പിന്നെ വീഡിയോ കാരണമൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് പുട്ടുണ്ടായിരുന്നു, പുട്ടും ചെറുപ്പയർ കറി ഉണ്ടായിരുന്നു, ചപ്പാത്തി മുട്ടക്കറി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചേച്ചി ഉമ്മ കൊടുത്ത് നിൽക്കുന്നുണ്ട്. രണ്ടാളും പിണക്കാട്ടെ. പിന്നെ സമാധാനം വിഷുവിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുണുക്ക് ഓടുന്ന് കെട്ടുവിന് ഇഷ്ടം കൊണ്ടാട്ടാ. ചില നേരത്ത് പിണങ്ങി ഇങ്ങനെ നിൽക്കും. കൂടുതൽ കുണിക്കലും ഉമ്മടുത്ത് അപ്പുറത്ത് പിണങ്ങിക്കിടും. അവന് കൂടുതൽ ഉമ്മടുത്ത് ഇവള് പിണങ്ങിക്കൂട്ടെ. ഇത് രണ്ടാണ് കുഞ്ഞിഷ്ടമുള്ളതാണ്. അപ്പോൾ ചേച്ചി എടുത്ത് നടന്നിരുന്ന മക്കൾ. അപ്പോൾ ഈ ചേച്ചീനെ എടുക്കണ അത്രയ്ക്കായി അവൻ നോക്കി. അത് കാണാൻ എനിക്കൊരു ഭയങ്കര സന്തോഷമല്ലേ. പ്രസവിച്ച് അവർ ലേബർ റൂമിൽ നിന്ന് മേടിച്ച 2 ചേച്ചിമാരാണ് കേട്ടോ. എന്നാൽ ചേച്ചീനെ എടുക്കാൻ മാത്രം അനിയൻ വലുതായി. അപ്പോൾ ഈ ഒരു സ്നേഹം ലൈഫ് ലോങ് അവരെ നിൽക്കട്ടെ. അച്ഛനും അമ്മ ഇല്ലാത്തൊരു കാലഘട്ടങ്ങൾ വരുമ്പോഴും അവരുടെ കൂടെ പുറപ്പ് എന്നുള്ള സ്നേഹം എപ്പോഴും ഒരുപോലെ നിൽക്കട്ടെ. എന്താ വെച്ചാൽ അവർക്ക് കുണിക്കുകയും അവർ ചേച്ചിമാർ മാത്രമല്ല 2 അമ്മമാരാണ് കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ പറയും എൻ്റെ സ്ഥാനം കഴിഞ്ഞ 2 അമ്മമാരാണ്. അമ്മ കഴിഞ്ഞുള്ള 2 അമ്മമാരാണ് കേട്ടോ, ചേച്ചി അമ്മമാരാണ്. അങ്ങനെ അച്ഛനോട് യാത്രയാണ്. അപ്പം അച്ഛനോട് കളിയാക്കണം, ഇനി തടി കുറയത് ക്ഷീണിക്കായിരുന്നു പറഞ്ഞു. അച്ഛൻ എന്ന് വരുമ്പോൾ കുഞ്ഞിൻ്റെ കൈ വണ്ണം കുറഞ്ഞു, കാല് വണ്ണം കുറഞ്ഞു, എന്തുമാതിരി കുഞ്ഞ് ശേഷിച്ച് തരുന്നുള്ള വിഷമമാണ് കേട്ടോ അച്ഛന്. എന്താ വെച്ചാൽ അവൾ ഒറ്റയ്ക്ക് ഫുഡ് ഉണ്ടാകണം, ഒറ്റയ്ക്ക് തിന്നണം, അങ്ങനെയുള്ള ഒരു വിഷമം. ഇപ്പം ഞാൻ ഫോൺ വിളിക്കുമ്പോൾ ചീത്തറ കുഞ്ഞ് ഭക്ഷണം കഴിച്ചിരി അങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ മുഖത്തൊരു തരി ദേഷ്യം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ പ്രാവശ്യം പോകുമ്പോൾ പിന്നെ 3-4 ദിവസം കഴിഞ്ഞ് വരാമെന്നുള്ളൊരു സന്തോഷം എനിക്ക് എൻ്റെ ഫേസിലുണ്ട് കേട്ടോ. എന്നാലും പോകുമ്പോൾ ഒരു മനസ്സിനൊരു ടെൻഷനാട്ടോ അച്ഛനെ പോകുമ്പോൾ. എന്താ പറയുക, ലൈഫിൽ നമുക്ക് വേറെ ഒന്നും മക്കൾ തന്നെയല്ലേ നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ സമ്പാദ്യം. അതറിയാത്ത കുറേ പേരൻസ് ഉണ്ട് കേട്ടോ. മക്കളിനെ നല്ല കാലോ മക്കളൊരു കാലഘട്ടമോ അറിയാണ്ട് ജീവിതം മാത്രം സുഖിച്ചടക്കുന്ന ഒരുപാട് പേരൻസുകളുണ്ട്. പക്ഷേ നാളെ ചിലപ്പോൾ ഞങ്ങളതിനെ അവർ നോക്കിയെന്ന് തരിക. പക്ഷെ ഞങ്ങൾക്ക് അവർ നോക്കിയിരുന്ന ആളെ അവരെ ഓർക്കാൻ ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങളും നല്ല നല്ല സ്വപ്നങ്ങളും കാര്യങ്ങളും ഞങ്ങൾക്കുണ്ട്. നമ്മുടെ അതിൻ്റെ ഇടയിലുണ്ടായ 2 സംഭവം വരാണ്ട് ബാക്കി ഒരുപാട് കുഞ്ഞിൻ്റെ കുട്ടിക്കാലം, അത് കഴിഞ്ഞിട്ട് അവർക്ക് ഇപ്പോഴുള്ള സന്തോഷം, അത് മതിയല്ലേ നമുക്ക് ലൈഫ് ലോങ് സന്തോഷിക്കാൻ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം കുണിക്കേണ്ട വണ്ടിയുടെ വീഡിയോ എടുക്കും അമ്മ, എന്നിട്ട് വീഡിയോ ഇടുമെന്ന് കുണിക്ക് ഒരു ആഗ്രഹം പറഞ്ഞതിൻ്റെ പേരിൽ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ഇന്നും കളിപ്പാട്ടില്ല. പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ഒരുപാട് രൂപയ്ക്ക് മേടിച്ച കളിപ്പാട്ടങ്ങളൊന്നും അല്ലാതെയാണ്. എപ്പോഴെങ്കിലുമൊക്കെ ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒരു പാക്കറ്റിലപ്പോൾ 5-10 ഹോൾസെയിൽ റേറ്റിലൊക്കെ മേടിക്കുമ്പോൾ മേടിക്കണേ. ഇതിൽ ഒരു 3-5 കാറും, ഈ കാറും എൻ്റെ ബാക്കിലുള്ള കാറുകൾ മാത്രം കുറച്ച് വരുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ ഈ വിരലിൻ്റെ അർത്ഥമുള്ള കുഞ്ഞു കാറിലുണ്ട്. ഇതും ഇപ്പോൾ ഈ മഞ്ഞക്കാരനൊക്കെ 100-120-130 രൂപയ്ക്കാണ് കേട്ടോ. അങ്ങനെ ഓരോ ട്രിപ്പ് പോകുമ്പോൾ മേടിച്ചോളൂ. ഇതൊക്കെ ഓരോ കുഞ്ഞു കാറുകളാണ് കേട്ടോ. ഇതൊക്കെ ഓരോ വിരലിൻ്റെ അത്രയുള്ള കാറുകളാണ്. അപ്പോൾ പറയും നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ മക്കൾക്ക് ഇത്ര കാറ് മേടിച്ചോളൂ ഇങ്ങനെ കാണിക്കണം. പക്ഷേ ഒരു പാക്കറ്റിലൊക്കെ 5-10 ഹോൾസെയിൽ കടയിൽ നിന്ന് മേടിച്ചപ്പോൾ കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ എപ്പോഴേലൊക്കെ ആകുമ്പോൾ കാറാവും ചോദിക്കുക. അപ്പോൾ ഒരു ഗുരുവാരൊക്കെ പോകുമ്പോൾ ഒരു കുഞ്ഞു കാർ മേടിച്ചിട്ട് വരും. അങ്ങനെ മേടിച്ച് കൂട്ടിയ കുണുക്കൻ്റെ സമ്പാദ്യങ്ങളായിട്ടൊക്കെയാണ് കുണുക്കൻ്റെ കുണിക്കുമ്പോൾ 2 കൂട്ടിയിട്ട് അടങ്ങിയപ്പോൾ കുണുക്കന് മാത്രം മേടിച്ചു കൊടുത്തുകൊണ്ട് ഇതിൽ കൊണ്ടുവന്നിട്ട് 2 കൂട്ടിയുള്ള കളിപ്പാട്ടാണ്. കാർത്തുമ്പോൾ വന്നിട്ട് എന്തത് ഇതാണ് കുണുക്കൻ്റെ ടോയ്സിന്റെ കളക്ഷൻ അല്ലേ? കലവറ കുണിക്കിടിൻ്റെതിരെ 2 കൂടി മേടിച്ച് തന്നെ കളിക്കാൻ. തട്ടരുത് വീഴും, തോക്ക് വീഴും. ശരിക്ക് നമുക്ക് കളിക്കാൻ എന്താ പുളിങ്കുരു, ഇത് പുളിങ്കുരു, പിന്നെന്താണ് പനയുടെ കുരുല്ലേ, ആ ഒരു കവടി, ഒരു ചൂലിന്റെ 4 ഈർക്കിളി. വിഷമം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, ഇവര് യോയോ ടീമല്ലേ. ഒരു ചോലിന്റെ 4 ഈർക്കിളി ഉണ്ടെങ്കിൽ ഒരാഴ്ചക്ക് കളിക്കാനായി അല്ലേ? എന്തായാലും പറയാ പിന്നെ
നൂറാങ്കോലി. പിന്നെ ഒരു തൊണ്ട് മുളവടി ഉണ്ടെങ്കിൽ മച്ചിങ്ങ ഒരു 2 ദിവസത്തെ കളിപ്പാട്ട് ഉണ്ടെങ്കിൽ അത് മാലയാക്കി, പൊടിയന്റെ ഇല ഉണ്ടെങ്കിൽ അതുകൊണ്ട് ബാഗ് ഉണ്ടാക്കി, മാവിന്റെ ഇല ഉണ്ടെങ്കിൽ തൊപ്പി ഉണ്ടാക്കി, കൊള്ളിയുടെ ഇലോട്ട് മാല ഉണ്ടാക്കി. കളിക്കും. ഇത് കുണുക്കന്റെ ടോയ്സ് കളക്ഷനാണ്. ഇതാണ് ഭയങ്കര സംഭവമാണ്. നമ്മുടെ കാലത്തൊക്കെ എന്താ ഒരു 2 മെച്ചിങ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് കുളത്തി കളിക്കല്, അല്ലെങ്കിൽ ഒരു പനങ്കുരു ഉണ്ടെങ്കിൽ അതുകൊണ്ട് കബഡി ഉണ്ടാക്കുക. എന്താ ഇന്നത്തെ കാലത്ത് എന്താ യോയോ ടീമാണൊക്കെ. നമുക്ക് എന്ത് കളിക്കാൻ കിട്ടുന്നത്? ഇതൊക്കെ ഇരിക്കുമ്പോഴും ടോയ്സ് അടിച്ചു തന്നിട്ടാണ് ഇരിക്കണേട്ടാ. ഫുള്ളാവുന്ന പ്രതീക്ഷിച്ചില്ല. ഇനി ടോയ്സ് കഴിക്കില്ല. ഇതൊക്കെ നല്ല സൂക്ഷിക്കുക. ഓരോ ടോയ്സിന്റെ പിന്നാലെ ഓരോ കഥയുണ്ട്. ഇതൊക്കെ ഞങ്ങൾ മേടിച്ചു കൊടുത്താന്ന് വെച്ചല്ല. ഇതാണ് കുണുക്കൻ ജയിച്ചപ്പോ മാർക്കൊക്കെ ഉണ്ടെന്നാണ് ഇപ്പൊ സന്തോഷത്തോട് കൂടിയിട്ട് നമ്മുടെ ദുബായത്തെ ചേച്ചി ഗിഫ്റ്റ് ചെയ്തൊരു കാറാണ് കേട്ടോ. കാറെന്ന് പറഞ്ഞാൽ ഒന്ന് തിരിച്ചേട്ടാ, ഒന്ന് തിരിച്ച കാറെന്ന് പറഞ്ഞൊരു 1.5 കാറാ കണ്ടില്ലേ? തിരിച്ച. ഇനി ഈ ഒരു ടോയ്സ് അതേപോലെ ഈ ബ്രഷ് ബർത്ത്ഡേക്ക് ആരുടെ ഇത് പൊട്ടി? കാത്തുമ്മയുടെ തുണ്ട് പൊട്ടിണ്ട് കേട്ടോ. എന്നാലും എന്താ വണ്ടി? ഇത് എന്ത് വണ്ടി ഉണ്ണിയെ? ഡിഫൻഡറാണ് കേട്ടോ. ഞാൻ തുറക്കാൻ പറ്റുമോ നോക്കിയത്. നോട്ടെ തുറന്നു വെച്ചേ. ഇത് ഡിഫൻഡർ എന്ന് പറഞ്ഞ ശബ്ദങ്ങളാണ് കേട്ടോ. ഇത് ഭയങ്കര വെയിറ്റ് ആയിട്ടൊക്കെ വണ്ടിക്ക്. ഈ വണ്ടിയൊക്കെ നമ്മൾ ഓരോ സ്ഥലത്ത് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് താങ്ങില്ല. അത്രയും റേറ്റ് ആണ് കേട്ടോ ഈ ഒരു വണ്ടികളിലൊക്കെ റേറ്റ്. പിന്നെ ഇത് കുഞ്ഞാപ്പ മേടിച്ചത് അല്ലേ? ഇത് കുണുക്കന് ഈ കാറ് പൊട്ടിന്ന് പറഞ്ഞാൽ നെലോളിയും ബഹളായപ്പോ കുഞ്ഞാപ്പം പോയിട്ട് മേടിച്ചു കൊടുത്താട്ടെ ഈ ഒരു വണ്ടി. അമേരിക്കയില. പിന്നെ ഈ വണ്ടി ആരടിച്ചത്? ഈ വണ്ടി അല്ല, ഇത് ചേച്ചി ആണോ? അമ്മ ബർത്ത്ഡേക്ക് മേടിച്ചെന്താ? അപ്പ അമ്മയും ബർത്ത്ഡേക്ക് കുട്ടിക്ക് മേടിച്ചെടുത്ത കാറാണ് ഇത്. അത് ദുബായ് ചേച്ചി കുണുക്കന്റെ ബർത്ത്ഡേക്ക് കൊടുത്തയച്ച കാറാണ്. കാറ് എന്തൊരു സൈസ് വണ്ടിയാണ് കേട്ടാ. പുകയൊക്കെ പോണ കാണാം. നമുക്ക് വണ്ടിയുള്ള പേരൊന്നും എനിക്ക് അറിയില്ല. ബോച്ചടയിലുണ്ട് എന്നാണ് പറയുന്നത്. ഈ വണ്ടി തൊട്ട ശബ്ദം കേട്ടാ. ഞാൻ ഒന്നാ മർത്തിട്ടൊന്നും തൊടുമ്പോ ശബ്ദം. പിന്നെ ഈ വണ്ടി അമ്മ അടിച്ചെന്ന് തന്നെയാവൂലേ? പിന്നെ ഈ വണ്ടി പരീക്ഷയ്ക്ക് ചോദിച്ചപ്പോൾ ചേച്ചി അത് മേടിച്ചു കൊടുത്തു. ഞാൻ ഈ ഒരു ചെറിയ കാറും ഈ ഒരു യെല്ലോ കാറും ഞാൻ മേടിച്ചു. പിന്നെ ഇത് അച്ചു കുഞ്ഞിന് മേടിച്ചെടുത്ത കാറ്. ഈ യെല്ലോ അച്ചു മേടിച്ചെടുത്ത കാറ്. ഇതിപ്പോ നമ്മള് ഹൈലൈറ്റ് മാളില് ലാസ്റ്റ് മേടിച്ച കാറ് ഈ യെല്ലോ കാറാണ് കേട്ടോ. ഹൈലൈറ്റ് മാളിൽ ഇത് അമ്മ മേടിച്ചെടുത്ത. പിന്നെ ഈ ചെറുവകൊക്കെ അല്ലറ ചില്ലറ ചെറുവകളൊക്കെ അമ്മ മേടിച്ചാണ്. ഗോൾഡ് കുട്ടി ഗോൾഡുകാർ കുട്ടിയുടെ കേട്ടാ ഉണിക്കിക്ക് മേടിച്ചാണ്. പിന്നെ കുഞ്ഞു 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 കാറുകളൊക്കെ. അപ്പോൾ ഈ കുണിക്കുമ്പോഴേക്കും ഒന്നും മേടിച്ചില്ല. ഇതൊക്കെ കുണിക്കിക്ക് വേണ്ടി ഒരുമിച്ച് ഞാൻ മേടിക്കട്ടെ. അപ്പോൾ ഈ 4 കാർ ഒരുമിച്ച് എടുക്കുമ്പോൾ 2.5 കുണുക്കൻ്റെ 2.5 കുണിക്കില്ല. അങ്ങനെയാണ്. അപ്പോൾ കുണിക്കിക്ക് ഇല്ലയെന്ന് ആരും വിചാരിക്കേണ്ട, എല്ലാം കുണിക്കിൻ്റെ. അതിൽ ഈ ഒരു ബുള്ളറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ചോദിച്ചപ്പോൾ ഇത് നമ്മുടെ കുഞ്ഞ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്താവട്ടെ. പിന്നെ ഇതേ നമ്മുടെ ബുള്ളറ്റ് ഷെബി കുണുക്കിന് മേടിച്ചു കൊടുത്താട്ടാ. പുതിയ ബുള്ളറ്റ് ഷെബി ഇറക്കുമ്പോൾ കുട്ടിക്ക് കുണുക്കാനായിട്ട് മേടിച്ചത്. അതേപോലെ ഈ സ്കേറ്റിംഗ് ഷൂവും ഒന്നിച്ച് ഷെബി മേടിച്ചു കൊടുത്താണ്. ഭയങ്കര റേറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത. പിന്നെ തോക്കോ കുഞ്ഞ് മേടിച്ചത് തോക്കോ കേട്ടാ പിടിക്ക് കുഞ്ഞ മേടിച്ച് അത്
എന്താണ് കുഞ്ഞ് മേടിച്ചെന്ന് നോക്കിട്ടോ. അതിന് കുറെ ഉണ്ടൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പൊ പാവക്കുട്ടി കുഞ്ഞേച്ചി മേടിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ ഈ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ കുഞ്ഞു ഇതൊക്കെ നമ്മൾ ഓരോ പ്രാവശ്യം പോകുമ്പോൾ പിന്നെ ഓരോ ടോയ്സാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് വലുത് ഇങ്ങനെ ബർത്ത്ഡേ അങ്ങനെ എന്തെങ്കിലും പ്രത്യേക സമയത്ത് മാത്രം നമ്മൾ വലുത് എടുക്കണം. അല്ലാത്തപ്പൊക്കെ പോകുമ്പോഴത്തേക്കിങ്ങനെ ഇതാണ് ഇവർക്ക് കാർ മേടിക്കുമ്പോൾ ഇവർ തന്നെ ഒരു വലിയൊരു പാക്കറ്റ് ആയിട്ട് മേടിക്കുക. ഇവരോട് പകുതി എടുത്തോളം പറയും കേട്ടോ. അപ്പോൾ എന്ത് വണ്ടി മേടിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ. അല്ലാണ്ട് ഇതൊരാൾക്ക് ഒറ്റയ്ക്കൊന്നുമില്ല. ഇവർ രണ്ടാൾക്ക് കൂടിയിട്ട് നമ്മൾ കളിക്കുന്നതാണ് അല്ല. പിന്നെ ഇവർ രണ്ടാളും ഒരു വീട്ടിൽ. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് മേടിക്കാറില്ല. അവർക്കായിട്ട് കളിക്കാൻ ഞങ്ങൾക്കൊന്നും ഇതുണ്ടായിട്ടില്ല. ആ പൂരത്തിന് പേര് മത്തങ്ങ പേര് മേടിച്ചു തരും. അത് കുറെ നേരം ഇങ്ങനെ തള്ളും പിടിച്ച് നമുക്ക് പൊട്ടി കഴിഞ്ഞാൽ പിറ്റേ ദിവസം വിഷമിച്ചിരിക്കും. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാലത്തെ ടോയ്സ്. അറിയോ? കോട്ടി മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 കൊല്ലത്തേക്കായി 4 പറങ്ങണ്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എറിഞ്ഞ് കളിക്കല്. ഇതൊക്കെയാണ് മാങ്ങണ്ടി കൊണ്ട്. മാങ്ങണ്ടി ഇതൊക്കെ പണ്ട് ബാറ്റ് കളിക്കുമ്പോ ഇതുണ്ടാവും. തെങ്ങിന്റെ ഇതല്ലേ മോട്ടർ ഓഫ് ചെയ്തിട്ട് വന്നു. നോക്കുന്നുണ്ട് ആരോ വീണ്ടും മുറ്റത്ത് നിൽക്കാൻ വലിയ എന്താ എന്തും പറഞ്ഞത്. മാങ്ങണ്ടി കൊണ്ട് എന്താ കളിയാ? മാങ്ങണ്ടി ഇത് കുഴി കുത്തിട്ട് നമ്മുടെ കാലത്ത് ക്രിക്കറ്റ് ഇല്ല. നമ്മുടെ കാലത്ത് ക്രിക്കറ്റ് പട്ടണ അതുകൊണ്ട് നമ്മള് പണ്ട് കളിച്ചെന്ന് ക്രിക്കറ്റ് കളിക്കുക. നമ്മുടെ കാലത്തൊന്നും ഇല്ല മോനെ. ഐസ്ക്രീമിന്റെ ബോളൊന്നും ഇല്ല നമുക്ക്. നമുക്ക് അങ്ങനത്തെ ഐസല്ല മറ്റേ ഐസ് പോലെ ഐസല്ലേ ഓ കളിപ്പാട്ടാ. ഒരെണ്ണം പോലും മേടിച്ചു തന്നിട്ടില്ല. ആര് മേടിച്ചന്നെ? ബലൂണൊക്കെ അത് നമ്മുടെ കാലഘട്ടത്തിലുള്ള അച്ഛൻ്റെ കാലഘട്ടത്തിലില്ല. ഒരു കുഞ്ഞ് ഓണത്തിനൊരു കുഞ്ഞ് കുട്ടിസഞ്ചി തരും. കുട്ടിസഞ്ചിയിൽ ആകെ 10 വയസ്സില്ല, 2 വയസ്സേ ആവൂലേ അന്നത്തെ കാലത്ത്. 1 വയസ്സ് 2 വയസ്സ്. പണ്ടത്തെ കാലത്ത് തിന്നാൻ കിട്ടിയിട്ട് വേണ്ട മോനെ കളിപ്പാട്ടത്തിന്റെ മുളക്ക്. നിങ്ങള് ബർഗർ, പിസ്സ, ഷവർമ, മന്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുട്ടികൾക്കൊന്നും ഇതില്ല. വല്ല കല്യാണങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഞങ്ങൾക്ക് ബിരിയാണി കിട്ടുക. പിന്നെ പായസത്തിന് അമ്പലത്തിൽ പോയിട്ട് പായസം മേടിച്ചും അത് പിന്നെ ഫ്രീ കിട്ടണതല്ലേ. അതൊക്കെ നിങ്ങളുടെ കാലം മക്കളെ. നിങ്ങളുടെ കാലം ഒന്നുമല്ല. ആ കാലം കഴിഞ്ഞ് തങ്ങോട്ട് കൊടുക്കണം. കൊടുത്ത് കുടിച്ചാ ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. വിളിച്ചപ്പോ ഇനിയും കളിപ്പാട്ടില്ല എന്നാ പറയണത് തങ്ങോണിച്ച്. ഇന്നലെ കളിപ്പാട്ട് മേടിക്കാത്തതിന് മിഞ്ഞാന്ന് കളിപ്പാട്ട് മേടിക്കാത്തതിനോട് തല്ലുണ്ടാക്കി തല പൊളിച്ചിരിക്കുക. അപ്പൊ ഞാൻ ഒന്ന് നേരത്തെ ആയിട്ട് കൊടുത്തത്. അവിടെ ഇവിടെ കൊണ്ടുവച്ച് ഇവരത് എവിടെ ഉള്ളതെന്ന് അവനറിയില്ല. ഇതൊന്നും നശിച്ചു പോണ സാധനം. അതൊക്കെ മെറ്റലിന്റെ കാറുകൾ. അതൊന്നും നാശമായി പോണതല്ല കേട്ടാ. ഇനി മേടിച്ചു തുടങ്ങണം വിളിച്ചേ. കളിപ്പാട്ടം മേടിച്ചിട്ടില്ല, നല്ല മാർക്ക് ഞാൻ മേടിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറയാം നമ്മുടെ കാലത്ത് ഇതൊക്കെ പോയിട്ട് പുളിങ്കൂരുവിന്റെ കളി അല്ലെങ്കിൽ മങ്ങന്റെ കളി ഇതൊക്കെയാണ്. തങ്ങവാടിച്ചിക്ക് എന്തുണ്ടായിരുന്നു കളിക്കാൻ? അന്നത്തെ കാലത്ത് ഒന്നും കളിക്കാൻ. ഈ പിന്നെ പനയുടെ കായ നമ്മൾ അരച്ചിട്ട് അത് കവിടി കളിക്കൂലേ. കഴിക്കാനാവുമ്പോ ഇപ്പൊ ബർഗർ, പിസ്സ. തങ്ങവാടിച്ചിക്കൊക്കെ എന്തുണ്ടായിരുന്നു ചോദിക്കുക? ഹോട്ടലിൽ നിന്ന് കഴിച്ചെന്ന് ചോദിച്ചിക്ക്. അതാണ് നമ്മുടെയൊക്കെ കാലം. കേട്ടാ ഉണക്കെ കേട്ടോ. ഇതൊക്കെ നമ്മൾ കേൾക്കണം. നമ്മളിതൊക്കെ അറിയണം. അത് വിശിക്കുമ്പോഴേ കഞ്ഞെല്ലാം കുടിച്ചായിരുന്നു.
കേട്ടാ പപ്പടം വറുത്തതിനാണെങ്കിൽ ഓണം വിഷു ആണ്. ആണോ പപ്പടം കഴിക്കണെങ്കിലേ ഓണത്തിന് വിഷുവിനാണ് പപ്പടം കാച്ചിയത് കിട്ടാന്ന്. പിന്നെ എല്ലാം വിരുന്നേര് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കോഴീനെ കൊന്ന കോഴിന്റെ ചാറ് കിട്ടിയാ കിട്ടി. ആ കോഴീനെ കൊല്ലാൻ വേണ്ടിട്ട് ഓടിത്തി പിടിച്ചു കൊടുക്കണം, കൊന്നു കൊടുക്കണം. എന്നാലും ചട്ടിയില് ചാറൊന്ന് അടുത്ത് കൂടെ നക്കാൻ കിട്ടിയ അത്ര. സുഖല്ലേ കേട്ടാ എന്താ പറയാനുള്ള കൊടുക്കല്. മതിയിട്ട് കൊടുക്ക. ആ നേരം വേറെ വല്ല സാധനം മേടിച്ചോളെ. ഞാൻ പറ തിന്നണ സാധനം ചോദിച്ചാൽ അമ്മ മേടിച്ചാറ്. ഇനി എന്തിനാ കളിപ്പാട്ടം നയിക്കും. കുട്ടികളായി തങ്കമണിച്ചിക്കറിയാം എത്ര കളിപ്പാട്ടം നമ്മള് കളഞ്ഞിട്ട് തങ്കമണിച്ചേ ഇവര് കാണാണ്ട് എടുത്തിട്ട് ഉള്ളി കുറെ കിടക്കണ്ടേ. ആ കേട്ടാ കേട്ടാ മോള് പറ എടുക്കുന്നത്. അച്ഛനോടും ഞാൻ പറഞ്ഞില്ലോ. ഇനി കളിപ്പാട്ടം ചോദിക്കുമ്പോ നമുക്ക് ആ വേണ്ട. നേരം ഒരു നല്ല 2 ബനിയൻ അതൊക്കെ ഇട്ട് മാറി മാറി ഇടാ. അല്ലെങ്കിൽ കൂളിംഗ് ഗ്ലാസ് അല്ലെങ്കിൽ വാച്ച് ഇതൊക്കെ വെറൈറ്റിക്ക് മേടിക്കാം. ഇനി കളിപ്പാട്ടം ഇതന്നെയല്ലേ കളിക്കണ. ഇത് എന്ത് ടോയ്സ് കാർ മേടിച്ചാലും ഈ ഉരുട്ടിട്ടില്ല നമ്മൾ കളിക്കണം. ഇനി വേറെ കളികളൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇനി കാശ് നമ്മള് ഇനി നമ്മുടെ പിണങ്ങോ. ഇപ്പൊ 2 ദിവസമായിട്ട് ഇന്നലെ മിനിഞ്ഞൊക്കെ തല്ലുണ്ടാക്കിട്ട് കാറുന്നു. മിനിഞ്ഞാന്ന് രാത്രി ഞങ്ങളെയും കൂടി പട്ടിണി കിട്ടും. ഞങ്ങൾ തൃശ്ശൂർ പോയാലും ആ ഭക്ഷണം കഴിക്കാൻ അക്ഷയ ഹോട്ടലിൽ നിർത്തി. വിശന്നിട്ടോ ഞങ്ങൾ 9 മണിക്കൂറായി ഭക്ഷണം കഴിച്ചിട്ട് അവറിങ്ങില്ല. എന്നിട്ട് ഞാൻ ആ ചൂണ്ടിന് പാടത്ത് ഛർദ്ദിച്ചിട്ട് കാറിൽ വയനോട് കാണിച്ചിട്ട് ഗ്യാസ് കയറിയിട്ട് അങ്ങോട്ട് വെള്ളം കുറെ കുടിച്ചു. ഒരു വിശപ്പിന് വെള്ളം മൊത്തം കൂടെ ഛർദ്ദിച്ചു. വേറെ അവസുഖമായിട്ട് തല്ലുണ്ടാക്കി അവിടെ ഉറങ്ങി ചെയ്തു. അവനുറങ്ങി അവളുറങ്ങി തല്ലുണ്ടാക്കിയിട്ട്. അവര് അവിടെ പോയിപ്പോ നല്ല ഫുഡാ കിട്ടിയത്. 2 എണ്ണം കഴിച്ചാലും നല്ല ഫുഡാ. ഞാനൊരു വീട്ടിലേക്ക് പോയിരുന്നു. അപ്പൊ അവര് ഒരു നട്ട്സുകളാ വെച്ചെടുത്ത്. അപ്പൊ നമ്മള് തിന്നില്ല. ഇവരത് ലോക്ക് കുടിച്ചിട്ടുണ്ട്. അതൊരു തരം കുരുവാ. ആ കുരുവിന് താക്കോല് വേണം. ആ താക്കോലോണ്ട് ഇങ്ങനെ അടർത്തിയിട്ട് വേണം അതിന്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു കുരു